തൃശൂരിൽ കേന്ദ്ര മത്സ്യബന്ധന വകുപ്പും കേരള ഫിഷറീസ് വകുപ്പിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് ക്ഷേമ പദ്ധതി പ്രചാരണവും മത്സ്യത്തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുക, സുസ്ഥിര മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. തൃശൂർ വലപ്പാട് ബീച്ചിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആഴക്കടൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും വികസനവും ഉള്ളത് IT രംഗം കഴിഞ്ഞാൽ ഫിഷറീസ് രംഗമാണ്. അപ്പോൾ അത് മത്സ്യപ്രവർത്തകരെ അതിന് സല്യൂട്ട് ചെയ്യണം. രാജ്യം 3 കോടി ജനങ്ങളാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരുകൾക്ക് സഹായിക്കാനേ സാധിക്കുള്ളൂ. ഭാരതത്തിന്റെ സമഗ്ര വികസനത്തിൽ IT മേഖലയ്ക്ക് പിന്നാലെ ഏറ്റവും വലിയ സംഭാവന മത്സ്യബന്ധന മേഖലയ്ക്കാണെന്നും ഈ മേഖലയുടെ പുരോഗതിക്കായി നരേന്ദ്രമോദി സർക്കാർ സമഗ്രമായ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കടലിൽ പോകുന്ന അവസരത്തിൽ ഈ നമ്മുടെ സെൽഫോണിന്റെ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവുമില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം ISROയും നമ്മുടെ ഫിഷറീസ് മന്ത്രാലയവും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. അങ്ങനെ സാറ്റലൈറ്റുമായിട്ടാണ് ഈ ട്രാൻസ്പോണ്ടർ പിടിപ്പിക്കും. ഇന്ത്യയിൽ 1 ലക്ഷം ബോട്ടുകളിലാണ് അത് പിടിപ്പിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള സഹായങ്ങൾ കൊടുക്കും. ഇതെല്ലാം കോടി ഏതാണ്ട് 38,572 കോടി രൂപയാണ് 2015 മുതൽ ഇപ്പോൾ വരെയും ഈ 2024 വരെയും 24-25 വരെയും ഈ മേഖലയിൽ ഏറ്റവും വലിയ മുതൽ മുടക്കുകളിൽ ഒന്നാണ് ഈ മേഖലയിൽ. ചടങ്ങിൽ 5 മത്സ്യബന്ധന യാനങ്ങൾക്ക് ട്രാൻസ്പോണ്ടറുകളും 5 മത്സ്യ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും 10 മത്സ്യത്തൊഴിലാളികൾക്ക് NFDP രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും മന്ത്രി വിതരണം ചെയ്തു. മത്സ്യബന്ധനവും മത്സ്യകൃഷിയും സംബന്ധിച്ച പ്രശ്നങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിനായി മന്ത്രി ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളികളുമായും മത്സ്യ കർഷകരുമായും നേരിട്ടുള്ള സംവാദം നടത്തി. ജനം, ഗുരുവായൂർ.